ഹലോ ഗൈസ്, ജെഇ മെയിൻ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനിടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ് കേരള എഞ്ചിനീയറിംഗ് എക്സാം. കേരള എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സീരീസ് മാത്സിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി തയ്യാറാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതെങ്ങനെ വേഗം ചെയ്യാം, എഫിഷ്യൻ്റ് ആയി ചെയ്യാം എന്നുമാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ വർഷം 2020 ചോദിച്ചിട്ടുള്ള കീമിലെ ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. റിയൽ പാർട്ട് ഓഫ് ഇ റൈസ്ഡ് ടു 3 + 4i x. ഓപ്ഷൻസ് 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇ റൈസ് ടു 3x cos 7x, ഇ റൈസ് ടു 3x cos 4x, ഇ റൈസ് ടു 3x sin 4x 0 എന്നും കൊടുത്തിട്ടുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു 3x പ്ലസ് 4xi എന്ന് എഴുതാലോ. എക്സ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇ റൈസ്ഡ് ടു സംതിങ് പ്ലസ് സംതിങ്, അതായത് ഇ റൈസ് ടു 3x ഇൻറ്റു ഇ റൈസ് ടു 4xi എന്ന് എഴുതാൻ സാധിക്കും. അപ്പോ ഇ റൈസ് ടു 3x അവിടെ തന്നെ നിൽക്കും. ഇ റൈസ് ടു 4xi, ഇ റൈസ് ടു ഐ തീറ്റ ഫോർമാറ്റ് ആണ്. യൂളേഴ്സ് ഫോർമുല നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പോ cos 4x പ്ലസ് ഐ സൈൻ 4x. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു 3x cos 4x പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു 3x സൈൻ 4x. അപ്പൊ അത് ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇ റൈസ് ടു 3x cos 4x. അപ്പോ അതാണ് അതിന്റെ ഉത്തരം. അപ്പോൾ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ ആയി. അപ്പൊ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യാൻ വേറെ എന്താണ് മാർഗം? ഈസി ട്രിക്സ്. ഇത് യൂളേഴ്സ് ഫോർമുല അറിയാത്തവർക്ക് എന്ത് ചെയ്യും? എക്സിന് 0 ഇട്ടാൽ എന്ത് സംഭവിക്കും മക്കളെ? ഇ റൈസ് ടു 1 എന്ന് വരും. അപ്പൊ 1 ആണ് റിയൽ പാർട്ട് വരും. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും, രണ്ടാമത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും, മൂന്നാമത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും, നാലാമത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ഇല്ല, അഞ്ചാമത്തെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ഇല്ല. ബാക്കി 3 ഓപ്ഷൻസ്. ഇനി എക്സിന് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സിന് എന്ത് ഇട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു 3 + 4i എന്ന് വരും. ഇതെന്താണ്? ഇ റൈസ് ടു 3 ഇൻറ്റു ഇ റൈസ് ടു 4i ആണ്. ഇ ക്യൂബ് എന്തായാലും വരും എന്ന് മനസ്സിലാക്കാം. ഇ ക്യൂബ് ഇൻറ്റു സംതിങ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം cos 7x ആവില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് നോർമൽ മെത്തേഡ് തന്നെ ആയിരുന്നു. ഇ റൈസ് ടു 3x cos 4x. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഇത് ശകലം ട്രിക്കി ഒരു പ്രോബ്ലം ആണ്. ഞാൻ വായിക്കാം. z = x - iy. z raised to 1/3 = p plus iq. Then 1/p² + q² into x/p plus y/q എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന ആൻസർ അല്ലാതെ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. z raised to 1/3 p plus iq ആണ്. അപ്പോ p plus iq ഹോൾ ക്യൂബ് ചെയ്താൽ എന്ത് കിട്ടണം? x മൈനസ് iy കിട്ടണം. അപ്പൊ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പൊ p ക്യൂബ് പ്ലസ് 3c2, അതായത് 3 തന്നെയാണ്, പ്ലസ് p² iq പ്ലസ് 3p iq² പ്ലസ് iq ഹോൾ ക്യൂബ് ഈക്വൽ ടു x മൈനസ് iy. അപ്പൊ p ക്യൂബ് പ്ലസ് 3p² qi, i² -1 ആണ്, മൈനസ് 3pq മൈനസ് q³ i ഈക്വൽ ടു x മൈനസ് iy എന്നാണ്. റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ x എന്ത് വരും? x ഈക്വൽ ടു p³ മൈനസ് 3pq. y എന്ത് വരും? y മൈനസ് iy ആണ്. അപ്പോ q³ മൈനസ് 3p² q എന്ന് വരും അല്ലെ? ഇവിടെ q² ആയിരുന്നു. ഓക്കെ, ശരി. ഇനി എന്താണ് ചോദ്യം? x/p യും y/q യും വേണം. അപ്പൊ x/p ഇട്ടാൽ എന്ത് വരും? p² മൈനസ് 3q² എന്ന് വരും. ഇവിടെ y/q ആണ്. അപ്പൊ ഇതേ q ഇട്ടാൽ എന്ത് വരും? q² മൈനസ് 3p² എന്ന് വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അഡീഷൻ ആണല്ലോ ഇവിടെ.
അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയറും മൈനസ് 3p² മൈനസ് 2p². മൈനസ് 3q² പ്ലസ് q² മൈനസ് 2q². ഓക്കെ, അപ്പൊ ഇതേ ഡിവൈഡഡ് ബൈ p² പ്ലസ് q². മുകളിൽ നിന്ന് മൈനസ് 2 കോമൺ എടുത്താൽ p² q² ക്യാൻസൽ ആവും. മൈനസ് 2 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയി കിട്ടുന്നത്. ഓക്കെ ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ മോഡ് z പ്ലസ് ഐ ഈക്വൽ ടു 2 ദെൻ ഫൈൻഡ് ദി ലോക്കസ് ഓഫ് z എന്നാണ് ചോദ്യം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കണ്ടെത്തുക. ആ ഇക്വേഷനിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ മോഡ് z പ്ലസ് ഐ, അതായത് എന്ത് വരും? മോഡ് എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് എഴുതി കൂടെ, ഐ കോമൺ എടുത്താൽ ഈക്വൽ ടു 2. മോഡുലസ് ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ഈക്വൽ ടു 2. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. ഇത് നോക്കിക്കേ, ഇത് സർക്കിളിന്റെ ഇക്വേഷൻ അല്ലേ? സർക്കിളിന്റെ സെന്റർ ഏതാണ്? സാധാരണ സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് എ കോമ ബിയും റേഡിയസ് എന്ന് പറയുന്നത് ആറും ആണ്. ഇവിടെ അപ്പൊ സെന്റർ ഏത് വരും? സെന്റർ 0 കോമ മൈനസ് 1 വരും, റേഡിയസ് 2 വരും. അപ്പൊ ഒരു ഓപ്ഷൻ ഇങ്ങനെയുണ്ട്, സെന്ററും റേഡിയസും തന്നിട്ടുള്ളത്. അതാണ് ആൻസർ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 2 പ്ലസ് ഐ ഈസ് എ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് സി ഈക്വൽ ടു 0. ഫൈൻഡ് സി. 5 ഓപ്ഷൻസ് ഉണ്ട്: 2, 3, 4, 5, 0. ഓക്കെ, അപ്പൊ ഒരു 2 പ്ലസ് ഐ എന്ന് പറയുന്ന ഒരു ഇമാജിനറി നമ്പർ ആണ് ഒരു റൂട്ട് എങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും അടുത്ത റൂട്ട്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയ സ്ഥിതിക്ക് അപ്പൊ രണ്ട് റൂട്ട്സ് ഏതൊക്കെയാണ്? 2 പ്ലസ് ഐയും 2 മൈനസ് ഐയും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? സിനെയാണ്. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് നമുക്കൊന്ന് എടുക്കാം. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താണ്? സി ബൈ എ വരില്ലേ? ഇവിടെ എത്രയാണ്? 1. അപ്പൊ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് എത്രയാണ്? 2 പ്ലസ് ഐ ഇൻറ്റു 2 മൈനസ് ഐ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 4 മൈനസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എത്രയാണ്? മൈനസ് 1. അപ്പൊ സി ഈക്വൽ ടു എന്ത് വരും? 4 മൈനസ് മൈനസ് 1 5 ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓർക്കേണ്ട പോയിന്റ്, ഒരു റൂട്ട് ഇമാജിനറി ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും അടുത്ത റൂട്ട് എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് വെച്ച് സി സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താം. അടുത്ത ചോദ്യം ഇതാണ്: 10i ബൈ 1 പ്ലസ് 2i ചെയ്താൽ എന്ത് കിട്ടും? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: മൈനസ് 2i പ്ലസ് 2i മൈനസ് 4 പ്ലസ് 2i 4 പ്ലസ് 2i 6i. ഓക്കെ, നമുക്ക് നോക്കാം. 10i ബൈ 1 പ്ലസ് 2i എന്ത് ചെയ്യാം? നമുക്ക് കോൺജുഗേറ്റ് എടുക്കാം. 10i ഇൻറ്റു 1 മൈനസ് 2i. മുകളിലും താഴെയും നമുക്ക് റാഷണലൈസ് ചെയ്യാം. അപ്പൊ താഴെ എന്ത് വരും? 1 പ്ലസ് 4 5 വരും. അപ്പൊ മുകളിൽ 2i ഇൻറ്റു 1 മൈനസ് 2i എത്ര വരും? 2i മൈനസ് 4i സ്ക്വയർ, അതായത് 4 മൈനസ് 4 പ്ലസ് 2i. അതാണ് കറക്റ്റ് ആൻസർ. 4 പ്ലസ് 2i. ഡി ആണ് ശരി ഉത്തരം. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വീണ്ടും ഒരു മോഡുലസിന്റെ ചോദ്യം ഞാൻ വായിക്കാം. z1 ഈക്വൽ ടു 2 പ്ലസ് 3i, z2 ഈക്വൽ ടു 3 പ്ലസ് 2i. മോഡുലസ് ഓഫ് z1 പ്ലസ് z2. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ കീം എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിലും പോസ് ചെയ്ത് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ എന്താണ്? z1 തന്നിട്ടുണ്ട്, z2 തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ആണ് ചോദ്യം. z1 പ്ലസ് z2 നമുക്ക് എഴുതാം. എത്രയാ? റിയൽ പാർട്സ് ആഡ് ചെയ്യുക 5, ഇമാജിനറി പാർട്സ് ആഡ് ചെയ്യുക 5. 5 പ്ലസ് 5i ന്റെ മോഡുലസ് ആണ് ചോദിക്കുന്നത്. മോഡുലസ് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല, റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പൊ തിയറി ഇതാണ്: എക്സ് പ്ലസ് ഐ വൈ അതിന്റെ മോഡുലസ് കണ്ടെത്താൻ പറഞ്ഞാൽ ജസ്റ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ ഇത് എത്ര വരും? 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ റൂട്ട് 25 പ്ലസ് 25 50. റൂട്ട് 50 ആണ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ മാറ്റണം. എന്ത് ചെയ്യണം? റൂട്ട് 25 ഇൻറ്റു 2 എന്ന് എഴുതണം. റൂട്ട് 25 5 ആണ്. 5 റൂട്ട് 2. സി ഓപ്ഷൻ ആണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ഇതാണ് ചോദ്യം. z1 മോഡ് z1 ഈക്വൽ ടു മോഡ് z2 ഈക്വൽ ടു 2. മോഡ് z1 പ്ലസ് z2 ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് മോഡുലസ് ഓഫ് 1 ബൈ z1 പ്ലസ് 1 ബൈ z2.
അതാണ് ചോദ്യം. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് മോഡുലസ് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോ ഇതെന്താണ്, അകത്ത് എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ബൈ z1 z2 എന്ന് വരും. ഫുള്ളിന് മോഡുലസ് ഉണ്ട്. ഡിവിഷൻ മോഡുലസ് വന്നാൽ എന്തെന്ന് എഴുതാം? മോഡിൽ സെപ്പറേറ്റ്, താഴെ സെപ്പറേറ്റ് എഴുതാം. z1 പ്ലസ് z2 മോഡുലസ് ബൈ മോഡ് z1 z2. ഓക്കെ, z1 പ്ലസ് z2 എത്രയാണ്? 3 ആണ്. താഴെ മോഡ് z1 z2, അതിനെ എങ്ങനെ എഴുതാം? മോഡ് z1 ഇൻറ്റു മോഡ് z2 അങ്ങനെ എഴുതാം. അപ്പൊ ഓരോ z-ന്റെ വാല്യൂ എത്രയാണ്? z1 ഈക്വൽ ടു z2 2 ആണെന്നാണ് പറയുന്നത്. 2 into 2 4. ഫൈനൽ ആൻസർ 3/4 ആണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. എന്റെ കോഡ് B1 മറ്റോ ആയിരുന്നു. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും അതില്, അല്ലേ? അതെ. അപ്പൊ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വിജയകരമായി എത്തിയിരിക്കുകയാണ്. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ചോദ്യം ഇതാണ്: ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് 1 പ്ലസ് സൈൻ പൈ മൈനസ് ഐ കോസ് പൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ പൈ പ്ലസ് ഐ കോസ് പൈ. സൈൻ പൈ എന്താണ്? 0 ആണ്. ഓർക്കേണ്ട കാര്യം, സൈൻ n പൈ ഈക്വൽ ടു 0 ആണ്. അതായത് ഇപ്പൊ സൈൻ 0, സൈൻ പൈ, സൈൻ 2 പൈ, സൈൻ 3 പൈ എല്ലാം തന്നെ 0 ആണ്. കോസ് 180, പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി. കോസ് 180 മൈനസ് 1 ആണ്. അപ്പൊ ഇത് എന്ത് വരും? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ സൈൻ പൈ 0 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്ന് വരും. ഇതിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമുക്കൊന്ന് റാഷണലൈസ് ചെയ്യാം. 1 പ്ലസ് ഐ ബൈ 1 പ്ലസ് ഐ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മുകളിൽ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ എത്ര വരും? 1 പ്ലസ് ഐ സ്ക്വയർ പ്ലസ് 2i ഡിവൈഡഡ് ബൈ അടിയിൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2 വരും. 1 മൈനസ് ഐ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ. 2i ബൈ 2 ഐ എന്ന് വരും. ഐയുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അറിയാത്തവർ എന്ത് ചെയ്യണം? 90 എന്ന് പറയുമ്പോൾ പൈ ബൈ 2. ഓക്കെ, ഇതിനെ യൂളേഴ്സ് ഫോമിൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ത് വരണം? ഐ വരണം. റിയൽ പാർട്ട് 0 അല്ലേ? 0 വരണമെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ത് വരണം? 90 വരണ്ടേ? 90. നമുക്ക് 90 ഇടുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ? പ്ലസ് ഐ ഇൻറ്റു സൈൻ 90. ഓക്കെ, കോസ് 90 പ്ലസ് ഐ സൈൻ 90 എത്രയാ? 1. കോസ് 90 0 പ്ലസ് ഐ കിട്ടുന്നുണ്ട്. അപ്പൊ ഓർക്കുക, ഐ എന്ന ആൻസർ കിട്ടിയാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതായത് പൈ ബൈ 2 റേഡിയൻ ആണ്. അപ്പൊ അതോടുകൂടി 2020 കീമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അടുത്തടുത്ത ടോപ്പിക്സുമായി അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ വരുന്നതാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ കേരള എഞ്ചിനീയറിംഗ് എക്സാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് JEE കുറിച്ചും ഒക്കെ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.